സമീപിക്കാം എന്ന് പറയുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങൾ, അതായത് ഈ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് ഇങ്ങനെ വിശദമായി പിടിച്ചു കൊടുക്കുന്നത്, സർക്കാർ തന്നെയാണ് പരമാധികാരി എന്നൊക്കെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പറയുമ്പോൾ പോലും നിയമപരമായി അതിന് ഒരു ബലം നൽകുന്ന ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. അതായത് ഇനിയും ഇത്തരം പ്രക്രിയകൾ ഉണ്ടായാൽ കോടതിയെ സമീപിക്കാം എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് കോടതി പറയുന്നത്. അതായത് വിഷ്ണു ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. കോടതിക്ക് ഇടപെടാമെന്നും കോടതി പറയുകയാണ്. ഇത് സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ 14 സൂചികകളാണെന്ന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ഉത്തരം നൽകിയിരിക്കുന്നത്. അകാരണമായി ബില്ലുകൾ തടഞ്ഞുവെക്കാൻ പാടില്ല, അത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് എന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷേ അനിശ്ചിതമായി ബില്ല് തടഞ്ഞു വെക്കാതിരിക്കാനുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇനിയും ഇത്തരം പരാതികൾ വന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുള്ള നിലവിലുള്ള ഓപ്ഷൻ മാത്രമാണ് ഇക്കാര്യത്തിൽ വീണ്ടും സുപ്രീം കോടതി പറയുന്നത്. സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ സമാനമായ ഒരവസ്ഥ ഇനിയും തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വിഷ്ണു ശരിയാണ്. വിഷ്ണു, ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറയുന്നത് ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞു വെക്കാൻ പാടില്ല. സംസ്ഥാന സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകൾ സംബന്ധിച്ച് ഒന്നുകിൽ നിങ്ങൾ ഗവർണർമാർ തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം, അതല്ലെങ്കിൽ വീണ്ടും നിയമസഭയ്ക്ക് തന്നെ തിരിച്ചയക്കണം എന്നിങ്ങനെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഗവർണർമാർ അതെല്ലാം ചെയ്യുന്നത് അവരിങ്ങനെ അനിശ്ചിതകാലം ഈ ബില്ലുകൾ വെക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഈ ഉത്തരവിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം കോടതി പറയുന്നത് ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വാഗ്ദാനം പറയുമ്പോൾ ഇനി എന്തെങ്കിലും തർക്കം വന്നാൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. അതിപ്പോ നിലവിലുള്ള ഓപ്ഷൻ തന്നെയാണ്. കറക്ഷനിൽ ചേർക്കേണ്ട പദ്ധതിയിൽ തന്നെയാണ്. കാരണം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനങ്ങൾക്ക് ഒരു ആശാസ്യമായിട്ടുള്ള ഒരു തീരുമാനമല്ല സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. കാരണം കേരളം ഉൾപ്പെടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ശക്തമായി ബാധിച്ചിരുന്നത് ഈ ഗവർണർ ഇത്തരം ഇടപെടൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബിജെപിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായിക്കൊണ്ട് ഇത്തരത്തിൽ ഗവർണർമാർ പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്ത് ഭരണഘടന പ്രതിസന്ധി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബില്ല് തുടക്കം തന്നെ അനിശ്ചിതമായി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ സമയത്ത് നിശ്ചയിക്കണമെന്നൊരു ആവശ്യമായിരുന്നു സംസ്ഥാനം കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിലൊക്കെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സുപ്രീം കോടതി പല നിരീക്ഷണങ്ങളും നടത്തിയിരുന്നത് ഈ ഒരു ബില്ല് അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ്. അതോടൊപ്പം തന്നെ ഒരു ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശത്തിന് അനുസരിച്ചുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗവർണർക്ക് പലതരത്തിലുള്ള വിവേചനാധികാരങ്ങളുണ്ട്. പക്ഷേ ആ വിവേചനാധികാരങ്ങൾ പരിമിതപ്പെട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് വിവേചനാധികാരം എന്നത് ഭരണഘടന തന്നെ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള പല നിരീക്ഷണങ്ങളും സുപ്രീം കോടതി തുടക്കത്തിൽ നൽകിയത്. പക്ഷെ അതോടൊപ്പം തന്നെയാണ് ഈ ഒരു സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുകയില്ല. ഗവർണറുകളിൽ ഉൾപ്പെടുന്നത് ഗവർണറെ വിവേചനാധികാരമാണ് എന്നൊരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടുന്നത്. കാരണം ഈ ഒരു സാഹചര്യം ഇതുപോലെ തന്നെ തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കാരണം ഈ ഇത്തരത്തിൽ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അതിൽ ഒപ്പിടാൻ ഗവർണർക്ക് സമയപരിധി ഇല്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം സമയപരിധി
കാരണങ്ങൾ കൊണ്ടാണ്. അതായത് പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം വിഷയങ്ങളില്ല. അത്തരം വിഷയങ്ങൾ വന്നിരിക്കാൻ തന്നെ അത് അപ്പോൾ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായ കാരണങ്ങൾ പൊതുവായി ഗവർണറായി ജീവിക്കുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം എടുത്ത സമീപനം എന്താണ് ചെയ്തുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ സമാനമായ സാധ്യത. അപ്പോൾ പ്രതിപക്ഷത്തോട് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ കോടതി അസസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ നമ്മൾ പ്രധാനമായി നോക്കിയത്. അത്തരം വിഷയങ്ങളിലേക്കല്ല കോടതി കടന്നിട്ടുള്ളത്. കാരണം രാഷ്ട്രപതിയുടെ റെഫറൻസിന്മേലാണ് ഭരണഘടനാവിധി വലിയ തോതിൽ വിശദമായിട്ടുള്ള ഒരു വാദം കേട്ടത്. കാരണം രാഷ്ട്രപതി 14 ചോദ്യങ്ങളാണ് റെഫറൻസാണ് സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് വരുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമുള്ള ഒരു ഉയർത്തിലേക്കാണ് സുപ്രീം കോടതി ഇപ്പോൾ പോയിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഇത്തരം രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം അതായത് നേരത്തെ തന്നെ സമയത്ത് നിശ്ചയിച്ചുകൊണ്ട് ഒരു ഉത്തരവ് വരുമ്പോൾ ആ സാഹചര്യത്തിൽ രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് ആ സമയത്ത് നിശ്ചയിക്കാൻ കഴിയുകയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 14 ചോദ്യങ്ങൾ ഭരണഘടനാപരമായിട്ട് 14 ചോദ്യങ്ങൾ റെഫറൻസിന് വേണ്ടി സുപ്രീം കോടതിക്ക് നൽകുന്നത്. അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ തീർപ്പ് ഉണ്ടായിരിക്കുന്നത്. ആ തീർപ്പ് എന്ന് പറയുന്നത് കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. നാട്ടിലോട്ട് കോഴിക്കോട് കോർപ്പറേഷനിലും ജമാഅത്ത് ഇസ്ലാമി UDF സഖ്യത്തിന് കാരണം. തിരുവനന്തപുരം വെസ്റ്റുമാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടി നേതാവാണ്. UDF നേതാക്കൾക്ക് ഒപ്പമാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകാൻ എത്തിയത്. പി വി കുട്ടൻ ചെയ്യുകയാണ്. പി വി കുട്ടൻ ജമാഅത്ത് ഇസ്ലാമിയെ വലിയ തോതിൽ ആദേശിച്ച് നടക്കുകയാണ്. UDF എന്നൊക്കെയാണ് ഷമീർ. കോഴിക്കോട്ടെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി UDF